പ്രിയ രക്ഷിതാക്കളെ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിദ്യാ അക്കാദമി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇന്നു മുതൽ ലഭ്യമാകുന്നതാണ്. ഇന്നത്തെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രമുഖ അധ്യാപകനായ രഞ്ജിത്ത് സാറാണ്. ഹായ് ഫ്രണ്ട്സ്, ഭരണിക്കാവ് വിദ്യാ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 ദശാബ്ദക്കാലമായി ജില്ലയുടെ വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ ഭരണിക്കാവ് വിദ്യാ അക്കാദമി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ക്ലാസ് റൂമിന് 4 ചുവരുകൾക്കപ്പുറവും ലോകമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സമയം പാഴാക്കി കളയുക എന്നർത്ഥമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു മേഖല വിദ്യാഭ്യാസ മേഖലയാണെന്ന് മനസ്സിലാക്കി അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസുകൾ നിങ്ങൾക്കായി തരുന്നു. ഇന്നു മുതൽ ആ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഓരോ വിഷയങ്ങൾക്കും നൽകുന്ന മനോഹരമായ ക്ലാസുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എ വൈസ് മാൻ ഹാസ് ഇനഫ് ഡ്യൂട്ടീസ് അറ്റ് ഹോം. ബുദ്ധിമാനായ ഒരു മനുഷ്യന് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വെറുതെ സമയം പാഴാക്കാതെ നമ്മൾ നൽകുന്ന ഈ സേവനം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തും എന്ന വിശ്വാസത്തോടുകൂടി വിദ്യാ അക്കാദമിയുടെ ആദ്യത്തെ ഓൺലൈൻ ക്ലാസുകളിലേക്ക് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്റെ പേര് രഞ്ജിത്ത്. ഞാൻ വിദ്യയിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. UP ക്ലാസുകൾക്കും ഹൈസ്കൂൾ ക്ലാസുകൾക്കും ഗ്രാമർ പോർഷൻസ് വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പുതിയ സംരംഭമായിട്ട് വന്നിരിക്കുകയാണ്. ഹൈസ്കൂൾ ക്ലാസുകൾക്കും UP ക്ലാസുകൾക്കും ഇംഗ്ലീഷിന്റെ അടിത്തറ പ്രയോജനകരമാകുന്ന തരത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ക്ലാസുകളുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ് ബേസ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ടോപ്പിക്, അത് കുറച്ച് വിപുലമായിട്ട് പറഞ്ഞുതരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്കിന്റെ പേര് സെന്റൻസ്. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സംശയം ഉന്നയിക്കാവുന്നതാണ്, കമന്റുകളായിട്ട് ഇടാവുന്നതാണ്. തീർച്ചയായിട്ടും അതിനെല്ലാം പരിഹാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ടോപ്പിക്കിന്റെ പേര് സെന്റൻസ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഭാഗമാണ് സെന്റൻസ്. ഒരു സെന്റൻസിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെല്ലാം എക്സാമ്പിൾ പറയും. ഒരു സെന്റൻസ് എങ്കിലും അറിയാത്ത ആരും ഇംഗ്ലീഷ് പഠിക്കുന്ന ആരുമില്ല. അയാം എന്ന് ചേർത്ത് നമുക്ക് നമ്മുടെ പേര് പറയാം. മൈ നെയിം ഈസ് രഞ്ജിത്ത് എന്ന് പറഞ്ഞാലും അതൊരു സെന്റൻസ് ആണ്. സോ ഹൗ ആർ യു എന്നൊരാൾ ചോദിക്കുമ്പോൾ അത് സെന്റൻസ് ആണ്. അതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ പറയുന്ന ഐ ആം ഫൈൻ എന്നുള്ളതും സെന്റൻസ് ആണ്. സോ തീർച്ചയായിട്ടും സെന്റൻസ് എന്ന ഭാഗമാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സെന്റൻസിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. എ യൂസ്ഫുൾ മെഷീൻ കമ്പ്യൂട്ടർ ഈസ്. എന്റെ ചോദ്യം, ഇതൊരു സെന്റൻസ് ആണോ? നിങ്ങൾ എല്ലാവരും പറയും ഇത് സെന്റൻസ് അല്ല. എന്തുകൊണ്ട്? ഇതിനൊരു തുടക്കമില്ല, ഇതിനൊരു മിഡിൽ ഇല്ല, ഇതിനൊരു അവസാനമില്ല. ഈ അവസാനം എന്ന് പറയുന്നത് പങ്ക്ച്വേഷൻ മാർക്കാണ്. ഇംഗ്ലീഷിൽ സെന്റൻസിൽ നമ്മൾ സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട് 3 പങ്ക്ച്വേഷൻ മാർക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഫുൾ സ്റ്റോപ്പ്, ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക്, ഒന്ന് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ട്. സത്യം പറഞ്ഞാൽ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗവും ഈ പങ്ക്ച്വേഷൻ മാർക്ക് നോക്കിയാണ്. എ യൂസ്ഫുൾ മെഷീൻ കമ്പ്യൂട്ടർ ഈസ് ഒരു സെന്റൻസ് അല്ല. എന്നാൽ ഇതിനെ സെന്റൻസ് എന്ന് വിളിക്കാൻ പാടില്ല. എന്നാൽ കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ സെന്റൻസ് ആണ്. എന്തുകൊണ്ട്? തുടക്കമുണ്ട്, ഒരു മിഡിലുണ്ട്, ഒരു അവസാനമുണ്ട്. ഒരു പങ്ക്ച്വേഷൻ മാർക്കിൽ അവസാനിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഇതിനൊരു മീനിംഗ് ഉണ്ട്. സോ സെന്റൻസിന്റെ ഡെഫിനിഷൻ കേൾക്കുക. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായി അർത്ഥം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെ സെന്റൻസ് അഥവാ വാക്യം എന്ന് പറയുന്നു. ഇത് സെന്റൻസ് അല്ല, കാരണം ഇതിന് അർത്ഥമില്ല. ഇറ്റ് ഡസന്റ് ഹാവ് എനി സെൻസ്. പക്ഷെ ഇതിനൊരു സെൻസ് ഉണ്ട്, മീനിംഗ് ഉണ്ട്. ഒരു സെന്റൻസിൽ എന്തൊക്കെ വേണം അതുകൂടെ പറഞ്ഞാലേ സെന്റൻസിന്റെ ഇൻട്രൊഡക്ഷൻ പൂർത്തിയാവത്തുള്ളൂ. ഒരു സെന്റൻസിൽ എന്തൊക്കെ വേണം? ഈ സെന്റൻസ് ശ്രദ്ധിക്കുക. ഹി ഈറ്റ്സ് എ മാംഗോ. എല്ലാവർക്കും അറിയാം, ബേസ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഹി സബ്ജക്റ്റ് ആണ്, ഈറ്റ്സ് വെർബ് ആണ്, എ മാംഗോ ഒബ്ജക്റ്റ് ആണ്. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഇനി പറ, സെന്റൻസിൽ ഒരു സബ്ജക്ട് വേണം, ഒരു വെർബ് വേണം, ഒരു ഒബ്ജക്ട് വേണം, ഒരു പങ്ക്ച്വേഷൻ മാർക്ക് വേണം. നിർബന്ധമുണ്ടോ? ഇല്ല. ഇവിടെ സബ്ജക്ട് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്ട് ഉണ്ട്. ഈ സെന്റൻസിലേക്ക് നോക്കൂ. ബോയ്സ് പ്ലേ. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ബോയ്സ് സബ്ജക്റ്റും പ്ലേ എന്നുള്ളത് വെർബും. ഇനി പറ, ബോയ്സ് പ്ലേ എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ആൺകുട്ടികൾ കളിക്കുന്നു. സോ ഇവിടെ എന്തില്ല? ഒബ്ജക്ട് ഇല്ല. നമുക്ക് പറയാം സെന്റൻസിൽ ഒബ്ജക്ട് ഇല്ലെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. സബ്ജക്റ്റും വെർബും മാത്രം മതി. ഈ സെന്റൻസ് നോക്ക്, വളരെ റെയർ ആയിട്ടുള്ള ഒരു കേസാണ് ഗെറ്റ് ഔട്ട്. ഇവിടെ വെർബ് മാത്രമേ ഉള്ളൂ. ഗെറ്റ് ഔട്ട് ഒരു സെന്റൻസ് ആണോ? സെന്റൻസ് ആണ്.
ഇവിടെ സബ്ജക്റ്റും ഇല്ല ഒബ്ജക്റ്റും ഇല്ല. നമുക്ക് പറയാം റെയർ കേസസ് എ വെർബ് ഇറ്റ്സെൽഫ് ക്യാൻ കൺസ്റ്റിറ്റ്യൂട്ട് എ സെന്റൻസ്. റെയർ കേസുകളിൽ വെർബ് മാത്രം ഉപയോഗിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. ടൈപ്സ് ഓഫ് സെന്റൻസ്. ടൈപ്സ് ഓഫ് സെന്റൻസ്. Sentence can be divided into four. They are assertive or declarative sentence, interrogative sentence, imperative sentence, exclamative sentence. പേര് പഠിക്കണം. അത്യാവശ്യമായിട്ട് പേര് കാണാതെ പഠിക്കണം. ഇതൊന്നും ഇംഗ്ലീഷ് നെയിംസ് അല്ല. ഇത് പല ഭാഷകളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന വാക്കുകളായതുകൊണ്ട് തട്ടി തോന്നിക്കും, പക്ഷെ പഠിച്ചെടുക്കണം. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് രണ്ടു പേരുണ്ട്. ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഒരിക്കൽ കൂടി സെന്റൻസിനെ പ്രധാനമായിട്ടും നാലായി തരംതിരിക്കാം. ഒന്ന് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, രണ്ട് ഇന്ററോഗേറ്റീവ് സെന്റൻസ്, മൂന്ന് ഇമ്പരറ്റീവ് സെന്റൻസ്, നാല് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. പലർക്കും സ്പെല്ലിംഗ് തെറ്റിപ്പോവാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ററോഗേറ്റീവ് ഒക്കെ എഴുതുമ്പോൾ സ്പെല്ലിംഗും കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കൽ കൂടി അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ഇമ്പരറ്റീവ്, എക്സ്ക്ലമേറ്ററി. സെന്റൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4. ആദ്യമായിട്ട് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഡെഫിനിഷൻ സിമ്പിൾ ആണ്. ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് അസർട്ടീവ് സെന്റൻസ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രസ്താവന. മലയാളത്തിൽ പ്രസ്താവന എന്ന് പറയും. ഇനി എന്താണ് പ്രസ്താവന എന്നൊരു ചോദ്യം വന്നാൽ സിമ്പിൾ. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളെ വിളിക്കുന്ന പേരാണ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. തുടങ്ങുന്നത് സബ്ജക്റ്റിലായിരിക്കും, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഫുൾ സ്റ്റോപ്പ് എന്നായിരിക്കും. നിങ്ങൾക്കറിയാം ഒബ്ജക്ട് ഇല്ലെങ്കിലും ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അത് അസർട്ടീവ് സെന്റൻസ് ആയിട്ട് കണക്കാക്കണം. ഒബ്ജക്ട് വേണമെന്നില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സബ്ജക്ട്, വെർബ് പ്ലസ് ഫുൾ സ്റ്റോപ്പ് ആയാലും അത് അസർട്ടീവ് സെന്റൻസ് ആയിരിക്കും. ഹി ഈറ്റ്സ് എ മാംഗോ, ഫുൾ സ്റ്റോപ്പ്, അസർട്ടീവ് സെന്റൻസ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, അസർട്ടീവ് സെന്റൻസ് ആണ്. ഹി ഈസ് നോട്ട് എ ടീച്ചർ, അസർട്ടീവ് സെന്റൻസ് ആണ്. അക്ബർ വാസ് എ ഗ്രേറ്റ് പുകൾ അക്ബർ, സച്ചിൻ ഈസ് എ ഗ്രേറ്റ് ക്രിക്കറ്റർ. ഇതെല്ലാം അസർട്ടീവ് സെന്റൻസിന് എക്സാമ്പിൾ ആണ്. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. അസർട്ടീവ് സെന്റൻസിനെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. അഫർമേറ്റീവ് സെന്റൻസ് എന്നും നെഗറ്റീവ് സെന്റൻസ് എന്നും. ഈ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിരിക്കും. നെഗറ്റീവ് സെന്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹി ഈസ് എ ടീച്ചർ, അഫർമേറ്റീവ് ആണ്. ഹി ഈസ് നോട്ട് എ ടീച്ചർ, നെഗറ്റീവ് ആണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് അഫർമേറ്റീവ്. പോസിറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്ന സെന്റൻസുകളാണ് അഫർമേറ്റീവ് സെന്റൻസുകൾ. പോസിറ്റീവുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന സെന്റൻസുകൾ അഫർമേറ്റീവ്. നെഗറ്റീവ് മീൻസ് നെഗറ്റീവ് സെന്റൻസ്. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ എഴുതിയെടുക്കണം. നെഗറ്റീവ് വേർഡ്സ് എഴുതിയെടുക്കണം. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. ഇവയാണ് നെഗറ്റീവ് വേർഡ്സ്. ഇവ വരുന്ന സെന്റൻസുകൾ നെഗറ്റീവ് സെന്റൻസുകൾ. ഇവ വരാത്ത സെന്റൻസുകൾ പോസിറ്റീവ് സെന്റൻസുകൾ അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസുകൾ. ഹി ഈസ് എ ടീച്ചർ, നെഗറ്റീവ് വേർഡ്സ് ഇല്ല, അതുകൊണ്ട് അഫർമേറ്റീവ്. ഹി ഈസ് നോട്ട് എ ടീച്ചർ, നെഗറ്റീവ് വേർഡ് ഉണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് സെന്റൻസ്. ഒരിക്കൽ കൂടി പറയാം. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. എഴുതിയെടുത്ത് പഠിക്കുക. ഇവ നെഗറ്റീവ് വേർഡ്സ് ആണ്. നെഗറ്റീവ് വേർഡ്സ് അറിയാമെങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടും അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഒരിക്കൽ കൂടി അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആർ സ്റ്റേറ്റ്മെന്റ്സ്. A statement begins with the subject and ends with full stop. The form is subject plus verb plus object. Example, he eats a mango, I don't like it, he is not a teacher, etc. It can be divided into two. They are affirmative and negative. Affirmative sentences are called positive sentence. Negative sentence. നെഗറ്റീവ് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് നെഗറ്റീവ് വേർഡ്സ് നോക്കിയാണ്. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. ഇവ വരുന്ന സെന്റൻസുകൾ നെഗറ്റീവ് ആണ്, വരാത്ത സെന്റൻസുകൾ പോസിറ്റീവ് ആണ്. ദിസ് ഈസ് ആൾ അബൌട്ട് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഒരു പേര് കൂടെ പഠിച്ചു, സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ അടുത്ത സെന്റൻസിലേക്ക് പോകും. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസിന്റെ പേര് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ററോഗേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചോദ്യം എന്നാണ്. ചോദ്യ രൂപത്തിലുള്ള സെന്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. എ സെന്റൻസ് വിച്ച് എക്സ്പ്രസ് എ ക്വസ്റ്റ്യൻ ഈസ് കാൾഡ് ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം. എ സെന്റൻസ് വിച്ച് എക്സ്പ്രസ് എ ക്വസ്റ്റ്യൻ ഈസ് കാൾഡ് ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തൊരു ചോദ്യം വരും, എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇംഗ്ലീഷിൽ? ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. WH ക്വസ്റ്റ്യൻ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ പലർക്കും അറിയാവുന്നതാണ്. WH ക്വസ്റ്റ്യൻ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞാൽ 9 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ഇംഗ്ലീഷിൽ. സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ഡൗൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമ്മൾ വിളിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ മൊത്തം 9 ടൈപ്പ് ഉണ്ട്. എന്നാൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് WH ക്വസ്റ്റ്യൻ, 2 എസ് ഓർ നോ ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. എക്സാമ്പിൾ പറഞ്ഞാൽ അറിയാം. വേർ ആർ യു ഗോയിങ്, വാട്ട് ഈസ് യുവർ നെയിം, ഇത് WH ക്വസ്റ്റ്യൻ. എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ആൻസർ യെസ് അല്ലെങ്കിൽ നോ, അങ്ങനെയുള്ള സെന്റൻസ് ക്വസ്റ്റ്യനുകളാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ.
ഡു യു ലൈക്ക് ഐസ്ക്രീം? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? യെസ് ഓർ നോ? യെസ് ഐ ലൈക്ക് ഇറ്റ്, നോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് നമ്മൾ ആൻസർ പറയും. ഇനി ഇത് പഠിക്കുമ്പോൾ ഗ്രാമർ പഠിക്കുന്നവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്താണ് WH ക്വസ്റ്റ്യൻ? WH ക്വസ്റ്റ്യൻ ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ WH എന്ന് വിളിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. അപ്പോൾ ഒരു ചോദ്യം വരും, എത്ര ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ? സിമ്പിൾ, 14 ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ. എഴുതി വെച്ച് പഠിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയാം. വാട്ട്, വിച്ച്, വെയർ, വെന്, വൈ. ഹു, ഹുസ്, ഹും. ഹൗ, ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ, ഹൗ മച്ച്. ഇവയാണ് ഇംഗ്ലീഷിലെ 14 ക്വസ്റ്റ്യൻ വേർഡ്സ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങും, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. പേര് WH ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണ്? അവസാനിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കില്ല. സത്യം പറഞ്ഞ ഇന്ററോഗേറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. അതിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും. വേറൊരു മാർക്കിൽ ഇത് അവസാനിക്കത്തില്ല. ഇന്ററോഗേറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ ഇന്ററോഗേറ്റീവ്. ഒരെണ്ണം തുടങ്ങുന്നത് WH ല, അതായത് ക്വസ്റ്റ്യൻ വേർഡ്. ഒരെണ്ണം തുടങ്ങുന്നതോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഓക്സിലറി വെർബില. എന്തിലാണ്? ഓക്സിലറി വെർബ്. അപ്പോൾ ഒരു ചോദ്യം വരും, എത്ര ഓക്സിലറി വെർബ് ഉണ്ട് ഇംഗ്ലീഷിൽ? 14 ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ഓക്സിലറി വെർബ് ഉണ്ട്? 24 ഓക്സിലറി വെർബ്. കേട്ടോണം. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. അവസാനത്തെ 5 നിങ്ങൾക്ക് അധികം കേൾക്കാത്തത്. മസ്റ്റ്, ഔട്ട്, OUGHT എന്ന് എഴുതി വെക്കണം. ഓട്ട്, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ആദ്യത്തെ എല്ലാം അറിയാം. ഈസ്, ആം, ആറ്, വാസ്, വേർ, നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ളതാണ്. ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, കുഡ് അറിയാം. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഔട്ട്, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. അവസാനത്തെ 5 മൊത്തം 26. ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബിൽ തുടങ്ങും, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. പേര് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ക്യാൻ, നിനക്കൊരു പാട്ട് പാടാൻ കഴിയുമോ? ക്യാൻ യു സിംഗ് എ സോങ്? ഈസ്, ഇതൊരു പേനയാണോ? ഈസ് ഇറ്റ് എ പെൻ? ഈസ് ഇറ്റ് എ പെൻ? ആർ, നീ ഒരു ഡോക്ടർ ആണോ? ആർ യു എ ഡോക്ടർ? നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വിൽ, നമ്മൾ എപ്പോഴും പറയത്തില്ലയോ, നീ എന്നെ കല്യാണം കഴിക്കുമോ? എങ്ങനെ ചോദിക്കും? വിൽ യു മാരി മീ? കണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി ഇന്ററോഗേറ്റീവ് സെന്റൻസ് അവസാനിച്ചു. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതേപോലത്തെ സിമ്പിൾ മെത്തേഡുകളിൽ ഗ്രാമർ ക്ലാസ്സുകൾ നിങ്ങളുടെ കൈകളിലെത്തും. അതുകൊണ്ട് തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന ക്ലാസ്സുകളും കാണുക. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ചോദ്യങ്ങളാണ്. 2 തരത്തിലുണ്ട് പ്രധാനമായിട്ടും. WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡാണ്. 14 ക്വസ്റ്റ്യൻ വേർഡുണ്ട്, 24 ഓക്സിലറി വെർബ് ഉണ്ട്. രണ്ടും അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലാണ്. നോട്ട്സ് എഴുതാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരിക്കൽ കൂടി ഞാൻ WH പറയാം. വാക്കുകൾ, ക്വസ്റ്റ്യൻ വേർഡ്സ്. വാട്ട്, വിച്ച്, വെയർ, വെന്, വൈ. ഹു, ഹുസ്, ഹും. ഹൗ ചേർത്തുള്ള 5. ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ, ഹൗ മച്ച്. പലയിടത്തും നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഓക്സിലറി വെർബ് ഈസ്, ആം, ആറ്, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് സെന്റൻസ് ആണ്. സെന്റൻസ് നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ് എന്ന് പറഞ്ഞു. സെന്റൻസ് പ്രധാനമായിട്ട് 4 വിധത്തിലുണ്ടെന്ന് പറഞ്ഞു. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അതിന് അസർട്ടീവ് സെന്റൻസ് എന്നാണെന്ന് പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. 2 തരമുണ്ട്, അഫർമേറ്റീവ്, നെഗറ്റീവ്. വ്യത്യാസം നിങ്ങൾക്കറിയാം. ഇന്ററോഗേറ്റീവ് സെന്റൻസ് പറഞ്ഞു. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ 2 തരമുണ്ട്, WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും. WH ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും എന്ന് പറഞ്ഞു. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇമ്പരറ്റീവ്, എക്സ്ക്ലമേറ്ററി ഞാൻ പഠിപ്പിക്കാം. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം. അസൈൻമെന്റ് ഇതാണ്. നിങ്ങൾ അസർട്ടീവ് സെന്റൻസ് പഠിച്ചു. നിങ്ങൾ 10 അസർട്ടീവ് സെന്റൻസ് എഴുതുക. ആദ്യത്തെ 5 അഫർമേറ്റീവും, അതായത് പോസിറ്റീവ്. അടുത്തത് നെഗറ്റീവ്. അങ്ങനെ 10 എഴുതുക. തീർന്നില്ല. അതിനുശേഷം ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസിന് എക്സാമ്പിൾ എഴുതുമ്പോൾ ആദ്യത്തെ 10 WH ക്വസ്റ്റ്യനും അവസാനത്തെ 10 എന്തെഴുതണം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എഴുതണം. ശ്രദ്ധിക്കുക, WH ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് മാറ്റി ഉപയോഗിക്കാം. വാട്ട് ഈസ് യുവർ നെയിം, പിന്നെ വാട്ട് ഉപയോഗിക്കരുത്. വേർ ഈസ് യുവർ ഹോം, വാട്ട്, വിച്ച്, വേർ, വെന്ന് മാറ്റി ഉപയോഗിക്കാം. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഈ അസൈൻമെന്റ് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം ഫോട്ടോ എടുത്ത് നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അത് പഠിച്ച് വൃത്തിയായി പഠിച്ച് കാത്തിരിക്കുക. ഇമ്പരറ്റീവ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് നിങ്ങളുടെ കൈകളിൽ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഭരണിക്കാവ് വിദ്യ അക്കാദമി നിങ്ങൾക്ക് വേണ്ടി
ഈ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ, വളരെ സുന്ദരമായിട്ടുള്ള ഓൺലൈൻ ക്ലാസുകൾ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. വീട്ടിലിരുന്ന് പഠനം തുടരുക. ഏത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദ ഹെൽ, നിങ്ങൾ നരകത്തിയിലൂടെ യാത്ര ചെയ്താലും യു കീപ് ഓൺ ഗോയിങ്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. കാരണം പ്രതിസന്ധി അവസാനിക്കുമ്പോൾ നമുക്ക് പൂർവാധിക ശക്തിയോടുകൂടി നമ്മുടെ പഠനം തുടരാൻ അത് സഹായിക്കുന്നതായിരിക്കും. സോ ആളും ആരവങ്ങളും ഇല്ലാതെ ഒരു അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയായാലും ഇത് വീട്ടിന്റെ അടച്ചിട്ടിരിക്കുന്ന ഒരു റൂമിനുള്ളിലായാലും നമ്മൾ നമ്മുടെ വർക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുക. അത് മാത്രമായിരിക്കും വിജയത്തിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. വിദ്യാ അക്കാദമിയുടെ ഈ സംരംഭത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും പുതിയ പുതിയ ക്ലാസുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത്.